നമുക്ക് പെട്ടെന്ന് ഒരു പണത്തിന് അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെല്ലുന്നത് നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേറ്റീവ്സിൻ്റെ അടുത്തായിരിക്കും. പക്ഷേ ഒരു ബൾക്കായിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെല്ലുന്നത് ബാങ്കിൽ ലോൺ എടുക്കുക എന്നുള്ളതാണ്. ശരിക്കും ഇത്തരത്തിലുള്ള ലോണുകൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ലോണിനെ പറ്റി കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഈ ഒരു പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോ, നിങ്ങൾ എല്ലാവിധ ഫൈനാൻസ് റിലേറ്റഡ് പ്രോബ്ലംസിനും ഇവിടെ സൊല്യൂഷൻ ഉണ്ട്. ആദ്യമായി എന്താണ് ലോൺ എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു വ്യക്തിയോ ഒരു ഗ്രൂപ്പോ ഒരു ബൾക്കായിട്ടുള്ള എമൗണ്ട് ഒരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ കടം വാങ്ങുന്നതിനാണ് ലോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ലോണുകൾക്ക് ഒരു നിശ്ചിത ഇൻട്രസ്റ്റ് റേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നിശ്ചിത ടൈം പീരീഡിൽ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പലതരത്തിലുള്ള ലോണുകൾ കാണുന്നുണ്ട്. അതായത് സ്റ്റുഡൻസ് ലോൺ, പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് ലോൺസ്. ഇത്തരം ലോൺസുകളൊക്കെ കൊളാറ്ററൽ ആവശ്യമില്ലാതെ തരുന്ന ലോണുകളാണ്. ഇത്തരം ലോണുകളെയാണ് അൺസെക്യൂർഡ് ലോൺസുകൾ എന്ന് പറയുന്നത്. ഇനി കാർ ലോൺ, ഹോം ലോൺ, ബിസിനസ് ലോൺ ഇതുപോലുള്ളവയാണ് സെക്യൂർ ലോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ലോണുകൾക്ക് കൊളാറ്ററൽ വളരെ അത്യാവശ്യം തന്നെയാണ്. ഇതിന് പുറമെ കൺവെൻഷണൽ, നോൺ കൺവെൻഷണൽ, ഓപ്പൺ എൻഡഡ്, ക്ലോസ് എൻഡഡ് ഇതുപോലത്തുള്ള പലതരത്തിലുള്ള ലോണുകളും ഇവിടെ അവൈലബിൾ ആണ്. അതായത് നിങ്ങൾ ഏത് തരത്തിലുള്ള ലോൺ എടുക്കുമ്പോഴും നിങ്ങൾക്ക് വരുന്ന EMI എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരുന്ന വരുമാനത്തിന്റെ 30% കൂടുതൽ